അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഈ ഇസ്മ ആരെങ്കിലും സ്ഥിരമായി പതിവായി ചൊല്ലുകയാണെങ്കിൽ അയാൾക്ക് അള്ളാഹു മറഞ്ഞ കാര്യങ്ങളിലേക്കുള്ള സൂചന നൽകുന്നതാണ്. മറഞ്ഞ കാര്യങ്ങളിലേക്കുള്ള സൂചന എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല. പല വിഷയങ്ങളെക്കുറിച്ചുമുള്ള അറിവ് ഈ ബാഹ്യമായിട്ട് നമുക്കുള്ള ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കുകയില്ല. തൊട്ടറിഞ്ഞോ കേട്ടറിഞ്ഞോ കണ്ടോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ചിലത് ഉൾക്കാഴ്ച, ഖൽബിൻ്റെ കാഴ്ച കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ പ്രിയപ്പെട്ട മകൾ ഏതോ ഒരു ബന്ധത്തിലാണ്, ഒരു അവിഹിത ബന്ധത്തിലാണ്, സ്കൂളുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ഒരു ബന്ധത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കുകയും പിടിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ മോളോട് അത് ഒഴിവാക്കാൻ വേണ്ടി പറയുമ്പോൾ എനിക്കങ്ങനത്തെ ബന്ധങ്ങളൊന്നുമില്ല, ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. രഹസ്യമായിട്ട് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഈ കണ്ണുകളെ കൊണ്ട് കാണുമ്പോൾ മകൾ ആരോടും സംസാരിക്കുന്നില്ല. മറ്റുള്ളവർ നമ്മോട് മോളെക്കുറിച്ച് പറയുന്നത് അവളങ്ങനെ ആരോടും സംസാരിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ കേൾവി കൊണ്ട് നമുക്ക് അത്തരം വിഷയങ്ങൾ അറിയാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇതിൽ നമ്മളറിയാതെ, മറ്റുള്ളവർ അറിയാതെ വളരെ രഹസ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഹറാമിൻ്റെ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയുന്നത് ഖൽബിൻ്റെ കാഴ്ച കൊണ്ടാണ്. അതായത് മറഞ്ഞ കാര്യങ്ങളിലേക്ക് അള്ളാഹു സൂചന നൽകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത്തരം മറഞ്ഞ കാര്യങ്ങളിലേക്കുള്ളൊരു സൂചന ലഭിക്കാൻ ഈ ഇസ്മ മതിയാകുന്നതാണ്. ഇത് അതിന് ഉതകുന്ന ഒരു ഇസ്മാണ് എന്നുള്ളതാണ്. ആരെങ്കിലും ഈ നാമം പതിവായി ധാരാളം തവണ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറഞ്ഞ കാര്യങ്ങളിലേക്കുള്ള സൂചന അള്ളാഹു നൽകുന്നുള്ളതാണ്. ഹദീസിലൊക്കെ അത് ഉണ്ട് കേട്ടോ. ഈ ഇസ്മ ഇങ്ങനെ ചൊല്ലണം എന്ന് ഹദീസിലുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ഹദീസിലൊക്കെ അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ ആ ഇഷ്ടപ്പെട്ട അടിമക്ക് നൽകുന്ന ചില വിശിഷ്ട ഗുണങ്ങൾ, അങ്ങനെ പറ്റുന്നൊരു ഇസ്മാണ് ഇന്ന്. നിങ്ങൾ പൂർണ്ണമായിട്ട് ഇത് കേട്ട് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് വീഡിയോസുകളിൽ പറയേണ്ടി വരുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ വളരെ സവിശേഷമേറിയ ഒരു ഇസ്മുണ്ട്. അൽ ബസീർ എന്നാണ് ആ ഇസ്മ. നമുക്കൊക്കെ അറിയാവുന്ന ഇസ്മാണ്. ബസീർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാം കാണുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പ്രപഞ്ചനാഥനായ ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്ത് എല്ലാം കാണുന്നവനാണ്. അവൻ്റെ കാഴ്ചയിൽ നിന്നും മറഞ്ഞിരിക്കാൻ ഒന്നിനും കഴിയില്ല. ഭൂമിയിൽ കിടക്കുന്ന സാധനങ്ങൾ, ഭൂമിക്കടിയിലുള്ളത്, സമുദ്രത്തിൻ്റെ അഗാധ ഗർത്തത്തിലുള്ളത്, ഇങ്ങനെ തുടങ്ങി അവൻ്റെ കാഴ്ചയുടെ പരിധിയിൽ പെടാത്തതായിട്ടുള്ള ഒന്നുമില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ അകങ്ങളിലുള്ളതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കതൊക്കെ അറിയാം. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം കാഴ്ച എന്ന് പറയുന്നത് വസ്തുക്കളെ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നതിനാണ് നമ്മൾ കാഴ്ച എന്ന് പറയുന്നത്. പക്ഷേ കണ്ണുകൊണ്ടല്ലാതെ ഖൽബ് കൊണ്ട് വസ്തുക്കളെ നോക്കിക്കാണുന്നതിനാണ് ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാതെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും അപ്പുറത്തേക്ക് ഖൽബ് കൊണ്ട് കിട്ടുന്ന, ഖൽബിൽ ലഭിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതാണ് ഇൻസൈറ്റ്, ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. രണ്ടു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് കാഴ്ചശക്തി നൽകിയിട്ടുള്ളത്. ഞാൻ ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നോക്കിക്കാണാനും മനസ്സിലാക്കാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനൊക്കെ വേണ്ടിയാണ്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള 2 പദങ്ങളാണ് അസ്സമീഅ് അൽ ബസീർ എന്ന് പറയുന്ന 2 പദങ്ങൾ. 2 അസ്മാഉൽ ഹുസ്നയിലുള്ളതാണ്. ഇവ രണ്ടും നമ്മിലൊക്കെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് ഈ 2 ഇസ്മുകൾ. അതെന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോക്കാൻ അനുമതി നൽകിയതിലേക്ക് മാത്രമേ നാം നോക്കാവൂ. അരുതായ്മകളിലേക്ക്, ഹറാമുകളിലേക്ക് ഒരു കാരണവശാലും നമ്മൾ നോക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിലൊന്ന്.
രണ്ടാമത്തത് സമീഅ, നമുക്ക് അള്ളാഹു അനുവദിച്ചതേ നമ്മുടെ ചെവികളെ കൊണ്ട് കേൾക്കാവൂ. ഗീബത്ത് കേൾക്കരുത്, നമീമത്ത് കേൾക്കരുത്, ഇഷ്ടമില്ലാത്ത അള്ളാഹ് ഇഷ്ടപ്പെടാത്തതിലേക്ക് നമ്മുടെ കാതുകളെ നാം കൊടുക്കരുത് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഈ ഇസ്മിനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. അൽ ബസീർ എന്ന് പറയുന്ന ഇസ്മ. ഈ ഇസ്മ സ്ഥിരമായി പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് സുരക്ഷിതത്വം ലഭിക്കും. ആരെങ്കിലും വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിക്കുന്നതിന് മുമ്പ് 100 പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലിയാൽ അയാൾക്ക് അല്ലാഹു കാഴ്ചശക്തി നൽകുകയും നൽകിയ കാഴ്ചശക്തി നഷ്ടപ്പെടാതെ മരണം വരെ നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അസ്ർ നിസ്കാരത്തിന് ശേഷം പതിവായി ഈ ഇസ്മിനെ 7 പ്രാവശ്യം ഉരുവിട്ടാൽ പെട്ടെന്നുണ്ടാകുന്ന മരണത്തിൽ നിന്ന് വലിയ കാവല് നൽകും. എന്താണ് അസ്ർ നിസ്കാരത്തിന് ശേഷം പതിവായിട്ട് ഈ ഇസ്മിനെ 7 പ്രാവശ്യം ഉരുവിടുക. അതിനധികം സമയമില്ല. യാ ബസീർ യാ അല്ലാഹ്, യാ ബസീർ യാ ബസീർ യാ ബസീർ യാ ബസീർ യാ ബസീർ യാ ബസീർ 7 പ്രാവശ്യം കഴിഞ്ഞു. ഇങ്ങനെ ചൊല്ലിയാലുള്ള ഗുണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അവന് വലിയ കാവല് നൽകും എന്നുള്ളതാണ്. സുബഹ് നിസ്കാരത്തിൻ്റെയും അതിൻ്റെ റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിൻ്റെയും ഇടയിലെ വളരെ ആത്മാർത്ഥമായിട്ട് അല്ലാഹ് എന്ന ചിന്തയിൽ നല്ല വിശ്വാസത്തോടുകൂടെ ഈ ഇസ്മിനെ ചൊല്ലുകയാണെങ്കിൽ, നല്ല മനക്കരുത്തോടുകൂടെ ചൊല്ലണം, 100 തവണ ചൊല്ലണം. അങ്ങനെ പതിവാക്കിയാൽ ഏതൊരു വിഷയത്തിലാണോ അവനിപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിൽ നിന്നൊരു രക്ഷ ലഭിക്കുകയും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ സഹായം അവന് ലഭിക്കുകയും ചെയ്യുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ വിഷയം, നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ വളരെ രഹസ്യമായ ചില കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയുന്നില്ല. പല ആളുകളും പലതും ഇങ്ങനെ പറയുന്നു അതിനെക്കുറിച്ച്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയുന്നില്ല. എന്നാൽ നിങ്ങൾ ഈ ഇസ്മ ചൊല്ലിക്കോ, പതിവായിട്ട് ഈ ഇസ്മിനെ ഒരു എണ്ണമൊന്നുമില്ല, അങ്ങനെ പതിവാക്കിക്കൊണ്ടേയിരിക്കുക. കോഴി വീട്ടുന്ന സമയങ്ങളിലൊക്കെ യാ ബസീർ യാ അല്ലാ, യാ ബസീർ യാ അല്ലാ, യാ ബസീർ യാ അല്ലാ, ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് മറഞ്ഞ കാര്യങ്ങളിലേക്കുള്ള സൂചന നൽകും. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിൽപ്പെട്ട വ്യക്തിയാണിത് ചൊല്ലുന്നതെങ്കിൽ ഐഹികവും പാരത്രികവുമായ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു അവന് വ്യക്തമാക്കി കൊടുക്കുന്നതാണ്, ഒന്നും മറച്ചു വെക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഒരു ഉൾക്കാഴ്ച അതിനെക്കുറിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ സാധിക്കുന്ന ഒരു ഇസ്മാണ് അൽ ബസീർ എന്ന് പറയുന്ന ഇസ്മ. നമുക്ക് സാധാരണഗതിയിൽ കാണാൻ സാധിക്കാത്തത്, സാധാരണഗതിയിൽ കേൾക്കാൻ കഴിയാത്തത്, ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ, മദീന പള്ളിയിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നഹാവന്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന യുദ്ധത്തിനെ കുറിച്ച് മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ സാധിച്ചത് മഹാനവറുകളുടെ ഉൾക്കാഴ്ച കൊണ്ടായിരുന്നു, ആത്മീയ ഇന്ദ്രിയം കൊണ്ടായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഉൾക്കാഴ്ച. ഈ ഇസ്മ ഇങ്ങനെ ചൊല്ലി നോക്കൂ. ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ ഒരു ഖിദ്മ, ഒരു ഹെൽപ്പ്, ഒരു സഹായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ഇസ്മിൻ്റെ അദദ് എന്താണെന്ന് നമ്മൾ മുമ്പ് ഓരോ ഇസ്മുകളുടെയും അദദ് വിശദീകരിക്കുന്ന സമയത്ത് നമ്മൾ വിശദീകരിക്കുകയും പറയുകയൊക്കെ ചെയ്താണ്. ഓരോ ഇസ്മിനും അതിൻ്റെ അദദുകളനുസരിച്ച് ചൊല്ലുമ്പോൾ ആ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്, അതിൻ്റെ ഖാദിമ്, അവർക്ക് കീഴിലുള്ളവർ, അവരുടെയൊക്കെ ഒരു സഹായം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന അത് മുറുകെ പിടിക്കുക, അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചുരുങ്ങിയത് 1 തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമുക്ക് ഖൈറിൻ്റെ വാതായനങ്ങൾ തുറന്നു കിട്ടാൻ അസ്മാഉൽ ഹുസ്ന ഒരു കാരണമാണ്. ഇത് അനുഭവമാണ്. ഇത് കാണാതെ പഠിച്ചവർ, ഇത് ചൊല്ലുന്നവരൊക്കെ, ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതറിയാം. അവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കൂ, ഏതെങ്കിലും ദിവസം പ്രഭാതത്തിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാൽ എന്തൊരനുഭൂതിയാണ് അന്നത്തെ ആ ദിവസം നമുക്ക് ലഭിക്കുന്നത്. എത്രമേൽ സന്തോഷമാണ് അന്നത്തെ ദിവസം നമുക്ക് ലഭിക്കുന്നത്. ഇതെൻ്റെ അനുഭവമാണ് പറയുന്നത്. ഈ കേൾക്കുന്നവരിൽ പലരും അസ്മാഉൽ ഹുസ്ന പതിവാക്കുന്നവരാണ്, നമ്മുടെ വീഡിയോസുകൾ സ്ഥിരമായി കാണുന്നവരാണ്,
നമ്മുടെ മജ്‌ലിസിലിരിക്കുന്നവരാണ്. ഒരനുഭവമെങ്കിലും പറയാതെ ഇതിൽ നിന്നാരും പോകില്ല എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു സന്തോഷമെങ്കിലും ലഭിക്കുന്നില്ലേ? അസ്മാഉൽ ഹുസ്ന ഡെയിലി ചൊല്ലുന്നത് കാരണമായിട്ട്? എല്ലാം പറയട്ടെ, ഞാൻ എൻ്റെ അനുഭവം പറയട്ടെ. നല്ലൊരു കോൺഫിഡൻറ്റ്, നല്ലൊരു ആത്മവിശ്വാസം, ജീവിതത്തിനോടൊരു മടുപ്പില്ലാത്ത രൂപത്തിൽ എന്ത് പ്രതിസന്ധികൾ വരുമ്പോഴും ഒരു മനക്കരുത്ത് അസ്മാഉൽ ഹുസ്ന കൊണ്ട് ലഭിക്കുന്നുണ്ട്. അനുഭവമാണ്. അങ്ങനെ ലഭിക്കുന്നവരാണ് പലരും. ചൊല്ലി നോക്കൂ, അനുഭവിച്ചറിയാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.